ചോദ്യോത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാൻ 4:1 അനുസരിച്ച് ഫരിസേയർ കേട്ടത് എന്തായിരുന്നു? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെന്ന്, യേശു യോഹന്നാനേക്കാൾ കൂടുതൽ ആളുകളെ ശിക്ഷിപ്പിടിച്ചെന്ന്, യേശു ഉപമകൾ പഠിപ്പിച്ചുവെന്ന്, യേശു നാസറത്തിൽ സമയം ചെലവഴിച്ചുവെന്ന്. അതിൻ്റെ ഉത്തരം ബി ആണ്. യേശു യോഹന്നാനേക്കാൾ കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തി എന്നുള്ളത്. യേശു നേരിട്ട് ചെയ്തിട്ടില്ലാത്തത് ഏത്? യോഹന്നാൻ 4:2. ഉപദേശം, രോഗശാന്തി, നേരിട്ട് ആളുകളെ സ്നാനപ്പെടുത്തൽ, സ്വസ്ത്ര പ്രാർത്ഥന. അതിൻ്റെ ഉത്തരം നേരിട്ട് ആളുകളെ സ്നാനപ്പെടുത്തൽ, അതാണ്. മൂന്നാമത്തെ ചോദ്യം, യേശു യൂദയ വിട്ട് എവിടേക്കാണ് പുറപ്പെട്ടത്? യോഹന്നാൻ 4:3. ജെറുസലേം, കഫർനാം, ഗലീലിയ, നസറത്ത്. ഇതാണ് ഓപ്ഷൻസ്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗലീലിയ. നാലാമത്തെ ചോദ്യം, യേശുവിന് കടന്നു പോകേണ്ടിയിരുന്ന പ്രദേശം ഏത്? യോഹന്നാൻ 4:4. ഓപ്ഷൻസ്: എ ജെറീക്കോ, ബി സമരിയ, സി ബെഥാനിയ, ഡി സീദോൻ. അതിൻ്റെ ഉത്തരം ബി സമരിയയാണ്, ബി സമരിയ. അഞ്ചാമത്തെ ചോദ്യം, യാക്കോബ് യോസഫിന് നൽകിയ വയലിന് സമീപമുള്ള പട്ടണം ഏത്? യോഹന്നാൻ 4:5. ഓപ്ഷൻസ്: കാന, കഫർനാം, സിക്കാർ, ബെഥേൽ. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, സിക്കാർ. യേശു കിണറിൻ്റെ കരയിൽ ഇരുന്ന സമയം ഏത്? യോഹന്നാൻ 4:6. ഓപ്ഷൻസ്: 3-ാം മണിക്കൂർ, 6-ാം മണിക്കൂർ, 9-ാം മണിക്കൂർ, 11-ാം മണിക്കൂർ. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 6-ാം മണിക്കൂർ, 6-ാം മണിക്കൂർ. ഏഴാമത്തെ ചോദ്യം, സമരിയക്കാരി വെള്ളം കോരാൻ വന്നപ്പോൾ യേശു പറഞ്ഞത് എന്ത്? യോഹന്നാൻ 4:7. എവിടെ പോകുന്നു? വെള്ളം ഏത് കിണറ്റിൽ നിന്നാണ് കോരുന്നത്? എനിക്ക് കുടിക്കാൻ തരിക, നീ വിവാഹിതയാണോ? ഇതിലേതാണ് യേശു ചോദിച്ചത്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, എനിക്ക് കുടിക്കാൻ തരിക. എട്ടാമത്തെ ചോദ്യം, ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് പോയത് എന്തിന്? യോഹന്നാൻ 4:8. ഓപ്ഷൻസ്: ആളുകളെ ഉപദേശിക്കാൻ, ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ, വെള്ളമെടുക്കാൻ, നികുതി വാങ്ങാനായി. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ. ഒമ്പതാമത്തെ ചോദ്യം, സമരിയക്കാരി ഉയർത്തിയ ചോദ്യം എന്ത്? അതിൻ്റെ ഓപ്ഷൻസ്: നീ പ്രവാചകനാണോ? ഒരു യഹൂദനായ നീ സമരിയക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? എൻ്റെ പേരെങ്ങനെ അറിയുന്നു? നീ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അതിന് ബി ആണ്, ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ഉത്തരം. യേശു ദൈവത്തിൻ്റെ ദാനം എന്ന് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? സുഖം, ജീവജലം, ദൈവരാജ്യം, അപ്പം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജീവജലം, ജീവജലം. 11ാമത്തെ ചോദ്യം, ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചത് എന്തുകൊണ്ട്? യോഹന്നാൻ 4:11. അവൻ യഹൂദനായതിനാൽ. സ്ത്രീക്ക് ആശ്ചര്യം, പാത്രമില്ല, കിണറാഴമുള്ളതും ഉടമസ്ഥൻ ഇല്ലാത്തതുകൊണ്ട്. സി ആണ്, പാത്രമില്ല, കിണർ ആഴമുള്ളതും. 12ാമത്തെ ചോദ്യം, യോഹന്നാൻ 4:12 സ്ത്രീ യേശുവിനോട് ചോദിച്ചത് എന്ത്? ദാവീദിനേക്കാൾ വലിയവനാണോ നീ അബ്രാഹാമിനേക്കാൾ വലിയവനാണോ? ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? മോശയേക്കാൾ വലിയവനാണോ നീ? അതിൻ്റെ ഉത്തരം സി ആണ്, ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? യോഹന്നാൻ 4:9 സമാനമായ പഴയ നിയമ വചനഭാഗം ഏത്? അതാണ് 13ാമത്തെ ചോദ്യം. എ എസ്ര 4:3-6, ബി പുറപ്പാട് 4:3-5, സി ലേവ്യ 5:10-12, ഡി ഉൽപ്പത്തി 24:14-16. അത് എസ്രയാണ് അതിൻ്റെ ഉത്തരം. 14, യേശു നൽകുന്ന ജലം മനുഷ്യനിൽ എന്താകും? ഓപ്ഷൻസ്: മഹത്വത്തിൻ്റെ ജലം, മഹത്വത്തിൻ്റെ അടയാളം, നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവി, ആരോഗ്യത്തിൻ്റെ ഉറവിടം, വിചാരണയിൽ രക്ഷ. അതിൻ്റെ ഉത്തരം ബി ആണ്, നിത്യജീവനിലേക്ക് നയിക്കുന്ന എന്നുള്ള ആ ഒരു ഭാഗമാണ്. ആ ജലം എനിക്ക് തരിക, എന്തുകൊണ്ട്? വീട്ടിലുപയോഗിക്കാൻ, വരണ്ട കാലത്ത് സൂക്ഷിക്കാൻ, വീണ്ടും ദാഹിക്കാതിരിക്കാൻ, കിണർ ദൂരെ ആയതുകൊണ്ട്. വീണ്ടും ദാഹിക്കാതിരിക്കാൻ, അതാണ് ഉത്തരം. യോഹന്നാൻ 4:16 യേശു സ്ത്രീയോട് ആവശ്യപ്പെട്ടത് എന്ത്? നിൻ്റെ അമ്മയെ കൊണ്ടുവരൂ, നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരൂ, നിൻ്റെ സുഹൃത്തിനെ വിളിക്കൂ, കുടുംബത്തെ കൊണ്ടുവരൂ. ഉത്തരം നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരൂ എന്നുള്ളതാണ്, ഓപ്ഷൻ ബി. 17, എനിക്ക് ഭർത്താവില്ല. യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? നീ തെറ്റാണ് പറഞ്ഞത്, നീ പകുതിയായി മാത്രമാണ് പറഞ്ഞത്, നീ പറഞ്ഞത് ശരിയാണ്, അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, നീ പറഞ്ഞത് ശരിയാണ്. 18, സമരിയക്കാരിക്ക് എത്ര ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു? ഓപ്ഷൻസ് 3, 4, 5, 6. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 5 ഭർത്താക്കന്മാരാണ് ഉണ്ടായിരുന്നത്. 19, യേശു ആരെന്നാണ് സമരിയക്കാരി മനസ്സിലാക്കിയത്? യോഹന്നാൻ 4:19. ഓപ്ഷൻസ്: രാജാവ്, ഗുരു, പ്രവാചകൻ, ദൂതൻ. ഉത്തരം പ്രവാചകൻ. 20ാമത്തെ ചോദ്യം, യോഹന്നാൻ 4:20 സമാനമായ പഴയ നിയമ ഭാഗം ഏത്? ഉൽപ്പത്തി, നിയമാവർത്തനം, സങ്കീർത്തനങ്ങൾ, നെഹേമിയ.
അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നിയമാവർത്തനം. യഥാർത്ഥ ആരാധകർ പിതാവിനെ എങ്ങനെ ആരാധിക്കണം? യോഹന്നാൻ 4:23. ഓപ്ഷൻസ് ഉപവാസത്തോടെ, യാഗങ്ങൾ കൊണ്ട്, സ്നേഹത്തിൽ, ആത്മാവിലും സത്യത്തിലും. അതിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആത്മാവിലും സത്യത്തിലും. രക്ഷ യഹൂദരിൽ നിന്നാണ്. യേശു ഇത് പറഞ്ഞത് ആരോട്? യോഹന്നാൻ 4:22. ഓപ്ഷൻസ് ശിഷ്യന്മാരോട്, സമരിയാക്കാരിയോട്, ഫരീസായരോട്, ജനക്കൂട്ടത്തോട്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സമരിയാക്കാരിയോട്. 23. മിശിഹ വരുമ്പോൾ എന്ത് ചെയ്യും? യോഹന്നാൻ 4:25. അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും, എല്ലാം നടപ്പാക്കും, യുദ്ധം ചെയ്യും. അതിൻ്റെ ഉത്തരം എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും, ഓപ്ഷൻ ബി. 24. പൂരിപ്പിക്കുക. ആ സ്ത്രീ ആകട്ടെ കുടം അവിടെ വെച്ചിട്ട് ഡാഷ് പോയി. യോഹന്നാൻ 4:28. ഓപ്ഷൻസ് പട്ടണത്തിലേക്ക്, ഗ്രാമത്തിലേക്ക്, വീട്ടിലേക്ക്, സിനഗോഗിലേക്ക് പോയി. എങ്ങോട്ടാണ് പോയത്? ഉത്തരം പട്ടണത്തിലേക്ക്. 25-ാം ചോദ്യം. ശിഷ്യന്മാർ തിരിച്ചു വന്നപ്പോൾ അവർ അത്ഭുതപ്പെട്ടത് എന്ത് കണ്ടപ്പോൾ? യേശു ഭക്ഷണം കഴിക്കുന്നത്, യേശു പ്രാർത്ഥിക്കുന്നത്, യേശു കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത്, യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത്. അവർ അത്ഭുതപ്പെട്ടത് ഓപ്ഷൻ ഡി കൊണ്ടാണ്, യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത്. 26. യോഹന്നാൻ 4 ജീവജലം എന്ന പദം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു? 2, 3, 1, 4. ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും കറക്റ്റായിട്ട് ആൻസർ ഓപ്ഷൻ എ ആണ്, 2 പ്രാവശ്യം, 4, 10, 11. ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ ഡാഷ് അനേകർ അവനിൽ വിശ്വസിച്ചു. യഹൂദരിൽ, ആളുകളിൽ, നേതാക്കളിൽ, സമരിയക്കാരിൽ. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സമരിയക്കാരിൽ. 28. ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിച്ചത് എന്ത്? യോഹന്നാൻ 4:31. വിശ്രമിച്ചാലും, ഭക്ഷണം കഴിച്ചാലും, യാത്ര തിരിച്ചാലും, അടയാളങ്ങൾ പ്രവർത്തിച്ചാലും. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭക്ഷണം കഴിച്ചാലും. യോഹന്നാൻ 4:45 അനുസരിച്ച് യേശുവിനെ സ്വാഗതം ചെയ്തത് ആര്? അതാണ് 29-ാമത്തെ ചോദ്യം. ഓപ്ഷൻസ് യൂദയ നിവാസികൾ, നസ്രത്തുകാർ, ജെറുസലേം നഗരവാസികൾ, ഗലീലയക്കാർ. അതിൻ്റെ ഉത്തരം ഗലീലയക്കാർ. യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച രണ്ടാമത്തെ അടയാളം ഏത്? വെള്ളം വീഞ്ഞാക്കിയത്, രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തിയത്, ബേത്സദയിലെ രോഗശാന്തി, അപ്പം വർദ്ധിപ്പിച്ചത്. അതിൻ്റെ ഉത്തരം ബി ആണ്, രാജസേവകൻ്റെ പുത്രനെ സുഖപ്പെടുത്തിയത്. ഇനി സ്പെഷ്യൽ ക്വസ്റ്റ്യൻ. യോഹന്നാൻ 4:44 ഉദ്ധരിക്കുക. ഇത് 100 മാർക്കുകൾ കൂടുതൽ വാങ്ങുന്നവരെ ഉദ്ദേശിച്ചുള്ളൊരു ചോദ്യമാണ്. ഓപ്പൺ ആൻഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതാണ് അതിൻ്റെ ഉത്തരം. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.